ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് പൊട്ടാറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിലിനാണ് ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. ഇപ്പം ഇതാ വിസിലൊക്കെ വന്നതിന് ശേഷം പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ മാറ്റി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്, ഒരുപാട് ചെറുതാക്കിയിട്ടില്ല. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടട്ടെ, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങട്ടെ. ഇപ്പം നമ്മൾ ഉള്ളി കുറച്ച് നേരമായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കളറൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താണ്, അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ നന്നായിട്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാത്രം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി ഞാനിവിടെ പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കുറവ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മളെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള ഒരിതല്ല, മസാല ആയിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നാലും ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന സമയത്ത് നന്നായി ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മേലേക്ക് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. മസാലയ്ക്ക് ഉരുളക്കിഴങ്ങിന്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മസാലയും നന്നായിട്ട് മൂത്ത് കിട്ടിയതാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഞാൻ ഇവിടെ ഒരു 1-2 കഷ്ണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു തിക്നെസ് തന്നെയാണ് ഈ ഒരു മസാലയ്ക്ക് ആവശ്യം. ഇപ്പൊ ഞാനിവിടെ ഒരു 5 മിനിറ്റ് നന്നായിട്ടും തുറന്നു വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ പൂരിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു മസാല. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.